നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കി 24 മാസമോ അതിൽ കൂടുതലോ കൈവശം വെച്ചുകൊണ്ട് നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസോ ആണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ 1/4/2001 മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ വിൽക്കുമ്പോൾ നമ്മൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുക. ഗെയിൻ ആണെങ്കിൽ ഇൻഡെക്സേഷനോട് കൂടിയിട്ട് നമുക്ക് 20%, അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% അതിന് മുകളിൽ ടാക്സ് വരിക. നമ്മൾ ഇൻഡെക്സേഷൻ ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ബേസ് ഇയർ എന്ന് പറയുന്നത് 1/4/2001 ആണ്. 100 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ 1/4/2001 മുതലാണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ നമ്മൾ സെക്ഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും 1/4/2001 മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ പർച്ചേസ് വാല്യൂവിനെയല്ല കോസ്റ്റായിട്ട് നമ്മൾക്ക് സെയിൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുക. ഇന്നത്തെ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. സെക്ഷൻ 55(2)യിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 1/4/2001 മുന്നേ നിങ്ങൾ പർച്ചേസ് ചെയ്തൊരു പ്രോപ്പർട്ടിയെ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോസ്റ്റായിട്ട് സെയിൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നത് ഒന്നുകിൽ ആക്ച്വൽ പർച്ചേസ് വാല്യൂ അല്ലെങ്കിൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂവിനെയാണ്. അതായത് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ 1960 ഞാൻ പർച്ചേസ് ചെയ്തൊരു പ്രോപ്പർട്ടിയെ ഇന്ന് ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നത് ഒന്നുകിൽ 1960 വില അല്ലെങ്കിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ. നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും തീർച്ചയായിട്ടും 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും 1960 വിലയിനേക്കാളും കൂടിയൊരു എമൗണ്ട്. അപ്പോൾ ഇനി വരുന്നൊരു ചോദ്യമാണ്, ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന അതേ വാല്യുവേഷൻ ആണോ, അല്ലെങ്കിൽ അതേ വാല്യൂ ആണോ എന്നുള്ളത്? അല്ല, ഒരിക്കലുമല്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് വാല്യൂവർ പല മാനദണ്ഡങ്ങളെയും കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ ലാൻഡിനെ വാല്യൂ ചെയ്യുകയും ആ വാല്യുവേഷനിലൂടെ ആ വാല്യൂവർ പറയുന്ന തുകയാണ് നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യുവേഷനുമായി ബന്ധങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വരാവുന്നൊരു സംശയമാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ ഒരു രജിസ്റ്റേർഡ് വാല്യൂവറെ കൊണ്ട് എടുപ്പിക്കുന്നതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു തുകയെയോ അല്ലെങ്കിൽ കോസ്റ്റ് തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനായി കൊടുത്തു കഴിഞ്ഞാൽ, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത്? ഇന്ത്യയിൽ സ്ക്രൂട്ടിനി എടുക്കപ്പെടുന്ന കേസുകൾ ഭൂരിപക്ഷവും ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ആയ കേസസും ക്യാപിറ്റൽ ഗെയിൻസ് ഇൻവോൾവ് ആയ കേസസുമാണ്. അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ഏതെങ്കിലും കാരണവശാൽ സ്ക്രൂട്ടിനിക്ക് എടുക്കപ്പെടുകയും നിങ്ങളുടെ സെയിൽ കൺസിഡറേഷനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിനെയോ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാം. ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ സെയിൽ കൺസിഡറേഷൻ കൊടുത്ത എമൗണ്ടും അതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കോസ്റ്റും പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും മൈനസ് ചെയ്തെന്നായിരിക്കാം. നമ്മളുടെ ഈ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് നമ്മൾ, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് നൽകിയ തുക 10 ലക്ഷം രൂപയും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നൽകിയ തുക, അതായത് ഒരു വീട് വെക്കാൻ വേണ്ടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നൽകിയ തുക 55 ലക്ഷം രൂപയാണെന്ന് കരുതുക. നമ്മളെടുത്ത് ബില്ലുകൾ ചോദിച്ചപ്പോൾ 55 ലക്ഷം രൂപയുടെ ബില്ല് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഓഫീസർ 55 പകരം 25 അലൗ ചെയ്ത് തന്നോളെന്ന് വിചാരിക്കാം. നമ്മൾ ആ സമയത്ത് ഒരു വാല്യുവേറ്ററെ കൊണ്ട് നമ്മളുടെ കോസ്റ്റ് ഓഫ് ലാൻഡ് 2001 എടുത്തപ്പോൾ, ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്തപ്പോൾ 10 ലക്ഷം രൂപ നമ്മൾ ഡിക്ലെയർ ചെയ്ത സ്ഥാനത്ത് അത് 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു കരുതുക. ആ സമയം നമ്മൾ കൊടുക്കുന്ന വാല്യുവേഷൻ റിപ്പോർട്ട് ഇൻകം ടാക്സ് ഓഫീസർ സ്വീകരിക്കുകയില്ല. ആ സമയത്ത് ഇൻകം ടാക്സ് ഓഫീസറിൻ്റെ ആർഗ്യുമെൻറ്റ് എന്തായിരിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് ഇതിനേക്കാളും ലോവർ വാല്യൂ നമ്മൾ സ്വമേധയാ വോളണ്ടറി ആയിട്ട് അംഗീകരിച്ചതാണ്, അതുകൊണ്ട് തന്നെ അസസ്മെൻറ്റ് സമയത്ത് നിങ്ങൾ വാല്യൂ ഇതല്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നൽകുന്ന ഡോക്യുമെൻ്റ് അവർ സ്വീകരിക്കുന്നതുമല്ല. അപ്പോൾ അത് വലിയ ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു വാല്യുവേറ്ററെ കൊണ്ട് എടുപ്പിക്കണം. ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്ത ആർബിട്രറി വാല്യൂ, നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് 25 ലക്ഷം രൂപയാണ് കൊടുത്തതെന്ന് കരുതുക. സ്ക്രൂട്ടിനിക്ക് വേണ്ടി വിളിച്ച സമയത്ത് ഇൻകം ടാക്സുകാർ പറയുന്നു ഫെയർ മാർക്കറ്റ് വാല്യൂ 10 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കോസ്റ്റ് കൂട്ടിക്കാണിച്ചത് കൊണ്ട് സേവ് ചെയ്ത ടാക്സ് എത്രയാണോ ആ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റും അടയ്ക്കേണ്ടി വരും. ഇത് കൂടാതെ എത്രയാണോ നിങ്ങൾ ടാക്സ് സേവ് ചെയ്തത് അതിൻ്റെ 2 ഇരട്ടി പെനാൽറ്റി ആയിട്ട് നൽകേണ്ടി വരും. അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 1/4/2001 മുന്നേ പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വാല്യുവേറ്ററെ കൊണ്ട് തന്നെ വാല്യുവേഷൻ എടുപ്പിക്കണം.
ഇനി ഇതിൽ തന്നെ ഒരു പ്രൊവിഷനും കൂടിയുണ്ട്. അതായത് ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. ഏതെങ്കിലും കാരണവശാൽ 1/4/2001 വാല്യുവേറ്ററിൻ്റെ വില, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യുവേഷനേക്കാൾ മുകളിലാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വരെയുള്ളതായിട്ട് പരിമിതപ്പെടുത്തേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 20 ലക്ഷം രൂപയുമാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയായി പരിമിതപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഇത് കേരളത്തിൽ വിൽക്കുന്ന ലാൻഡുകൾക്കൊന്നും ബാധകമല്ല. കാരണം നമ്മൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വന്നത് 2010 ശേഷമാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നെ കണക്കാക്കാവുന്നതാണ്. ഇനി ഗവൺമെൻറ് നൽകിയൊരു ഉദാഹരണത്തിലൂടെ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 1990 നിങ്ങളൊരു ലാൻഡ് വാങ്ങിയത് 5 ലക്ഷം രൂപക്കും അതിനെ 1/8/2024 നിങ്ങൾ വിറ്റത് 1 കോടിക്കുമാണെന്ന് കണക്കാക്കുക. ആ സമയം നിങ്ങളുടെ സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത് 1/4/2001 സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയും 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. അതായത് 5 ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്തത് 12 ലക്ഷം രൂപ ഫെയർ മാർക്കറ്റ് വാല്യൂ, 10 ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂമാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് കോസ്റ്റായിട്ട് കണക്കാക്കാവുന്നത്. അത് ഇൻഡെക്സ് ചെയ്തുകൊണ്ട്, അതായത് 36,30,000 രൂപയ്ക്ക് ഇൻഡെക്സ് ചെയ്തുകൊണ്ട് ഒന്നില്ലെങ്കിൽ 20% അല്ലെങ്കിൽ 1 കോടിയിൽ നിന്ന് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയ 10 ലക്ഷം രൂപ മൈനസ് ചെയ്തുകൊണ്ട് 12% ടാക്സ് കൊടുക്കാവുന്നതാണ്. ഈ പ്രൊവിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്